ഹായ്, എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? നിങ്ങളെ എല്ലാവരും ഞാൻ ഒരുപാട് മിസ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, ഒരുപാട് മിസ് ചെയ്തായിരുന്നു. എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഇടിഞ്ഞില്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവല്ല കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്ഥലമാണ് ഇടിഞ്ഞില്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജോലി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നും പറയുന്ന പോലെ അല്ല, വീഡിയോ ഇടാത്തതിന്റെ റീസണോ ഒന്നുമല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാനില്ല. എല്ലാ മനുഷ്യരും വ്യത്യസ്തമല്ലേ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര കട്ടി മനസ്സൊന്നുമല്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ റിക്കവർ ആകാനൊന്നും പറ്റിയൊന്നുമില്ല. എന്നാലും ഞാൻ പറയില്ല, എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം. അത് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. എനിക്ക് പിന്നെ സങ്കടമുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ വരെയൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ട് എനിക്ക് അതിനകത്തോട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ തവണയും എൻ്റെ ആഗ്രഹമാണ് ഞാൻ വന്ന് പറയുന്നത്, ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ ചെയ്യുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. നിങ്ങൾ എന്നെ എപ്പോഴും ചിരിച്ചല്ലേ കണ്ടിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുന്നിൽ ചിരിച്ച് നിൽക്കാനാണ് താല്പര്യം. അതായത് വിഷമിച്ച് വന്ന് നിൽക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. പഴയതുപോലെ ഞാൻ ഇനി പറയുന്നില്ല ഇനി എല്ലാ ദിവസവും വീഡിയോ വരുന്നൊന്നും. എന്നെ കൊണ്ട് മാക്സിമം, സത്യമായിട്ടാണ്, ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെയല്ല ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം ഞാൻ അങ്ങ് കളഞ്ഞായിരുന്നു കേട്ടോ. ഒരു വീഡിയോ മാത്രം കളഞ്ഞില്ല, അത് കളയാൻ പറ്റില്ല. അവസാനമായിട്ടൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, അത് നമ്മുടെ ശരത് ബ്രോയുടെ കല്യാണത്തിൻ്റെ ആയിരുന്നു. അത് എന്നെടുത്ത വീഡിയോ ആണെന്നറിയാം. പക്ഷെ എനിക്ക് സങ്കടമുണ്ട് ഉള്ളിൽ. അവരെല്ലാം കാത്തിരിക്കുക, പക്ഷെ എനിക്ക് അതിലൊന്നും വർക്ക് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നില്ലായിരുന്നേ. ആ ഒരു വീഡിയോ മാത്രം ഞാൻ കളയുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ സിക്കിമിൽ പോയായിരുന്നു, കുറേ അധികം യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പുതിയ വർഷമല്ലേ, നമുക്ക് പുതുതായിട്ട് തുടങ്ങാം. ആദ്യം പറഞ്ഞില്ല ജോലിയുടെ കാര്യം. കായംകുളത്ത് 2 ഡോക്ടർമാരുണ്ട് കേട്ടോ. ആരാന്നൊന്നും പറയുന്നില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ആരാണോ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. 2 ഡോക്ടർമാരുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. രാവിലെ 8 മണിക്ക് ഞാൻ പോകും. 8 മണിക്ക് അവിടെ പോയിട്ട് അവിടുന്ന് കായംകുളത്ത് നിന്ന് നേരെ അടൂർ പോകും. അടൂർ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ കൊണ്ട് ഒരാളെ ഇറക്കിയിട്ട് അവിടുന്ന് നേരെ പിന്നെ ഞാൻ ഇടിഞ്ഞില്ലെന്ന് പറഞ്ഞത്, അതായത് തിരുവല്ലയൊക്കെ കഴിഞ്ഞിട്ട് ഇടിഞ്ഞില്ലെന്ന് പറയുന്ന സ്ഥലമില്ലേ, അപ്പോൾ അവിടെയാണ് അടുത്തൊരു ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ വരും. അപ്പോഴത്തേക്കിന് ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ, വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഡ്യൂട്ടി കഴിയും. അതുവരെ നമ്മളിങ്ങനെ ചെറിയ പോസ്റ്റായിട്ടൊക്കെ നിൽക്കണം. ഇവിടെയാണ് കേട്ടോ ആ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. മെഡ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ സമയം 4 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ വരാൻ സമയമായി. ഇവിടെ നിന്ന് ഇനി ആ ഡോക്ടറെ പിക്ക് ചെയ്തിട്ട് അടൂർ പോകണം. അടൂർ പോയിട്ട് അവിടെ നിന്ന് മറ്റേ ഡോക്ടറെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവിടണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. നമ്മുടെ ശരത് ബ്രോയുടെ കല്യാണമാണ്. ഇന്നാണ് നമ്മുടെ ശരത് ബ്രോയുടെ മാരേജ്. നമ്മളിപ്പോൾ മാരേജിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. മാരേജ് എവിടെയാണെന്നറിയാമോ? കുടജാദ്രി വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നത്. പക്ഷേ ഇത് സിംഗിൾ മുണ്ടാണ്, ബാക്ക് വശമൊക്കെ കാണാം. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങണം. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. അവരെല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. കുറേ ദിവസങ്ങളായിട്ട് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതെല്ലാം തരണം ചെയ്ത് ഇന്ന് മുന്നോട്ട് പോകുമായിരിക്കും. നമുക്ക് അടിപൊളി വിഷ്വൽസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഞാനാണെങ്കിൽ ശരത് ബ്രോയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ശരത് ബ്രോയെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുക്കുന്ന വേറെ ആരുമല്ല, അവരുടെ റിലേറ്റീവ്സ് ആണ്. ശരത് ബ്രോയുടെ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ശരത് ബ്രോയെ ഒരുക്കുന്നത്. ശരത് ബ്രോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വീട്ടിൽ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ചടങ്ങുകൾ. നന്നായി വരണം കേട്ടോ. അമ്മ പോട്ടെ. അമ്മയുടെ പേര് പറഞ്ഞില്ലേ? പേര് നീ പിരിഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെൻഷനില്ല. അകത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ നമ്മുടെ കല്യാണ ചെറുക്കൻ പോകുന്ന വണ്ടിയില്ല, ആ വണ്ടി ആദ്യം നല്ലപോലെ അലങ്കരിച്ചൊക്കെ ഇട്ടാ. ഇത് ഇവർ തന്നെയാണ് കേട്ടോ അലങ്കരിക്കുന്നത്. അതിനുശേഷം ഈ വണ്ടിയുടെ മുന്നിലാണെങ്കിൽ കുറച്ച് പൂജകളൊക്കെ ഉണ്ട് കേട്ടോ. തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിലും കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരത് ബ്രോ. നമ്മൾ പോകുന്ന വഴി നോക്കിയേ, കാടിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. ചുറ്റിനും കാടാണ് കേട്ടോ. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണ പെണ്ണിന്റെ എൻട്രി കണ്ടില്ലേ, ജീപ്പിലാണ് വന്നത്. അടിപൊളി ഒരു എൻട്രി അല്ലായിരുന്നോ? ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ജ്യോതി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. പെണ്ണ് വീട്ടുകാർ ചെറുക്കനെ സ്വീകരിച്ചിട്ട് വേണം മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. രാവിലെ ഇറങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ഉപ്പുമാവും പോഹയാണ്. പോഹ അവല് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം താഴോട്ട് പോകാൻ. അവിടെ ഇപ്പോൾ കല്യാണം തുടങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരത് ബ്രോയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫോട്ടോഷൂട്ടിന്റെ സമയമാണ്. കല്യാണ ചെറുക്കൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 3:30 കേട്ടോ. സമയം ഇപ്പൊ 11 മണി ആയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്ന കുടജാദ്രി ടോപ്പിലേക്ക് പോകാൻ. ഈ കാണുന്ന ചേട്ടൻ നമ്മുടെ കല്യാണ പെണ്ണിന്റെ ആങ്ങളെയാണ്. ചേട്ടന്റെ ജോലി ജീപ്പ് സർവീസ് ആണ് കേട്ടോ. താഴെ നിന്ന് കുടജാദ്രി ടോപ്പിലേക്ക്. ഇന്ന് കല്യാണം അതുകൊണ്ട് ചേട്ടന് വരാൻ പറ്റത്തില്ല. അപ്പൊ ചേട്ടന്റെ ഒരു കൂട്ടുകാരനെ നമുക്ക് ജീപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കല്യാണമൊക്കെ അങ്ങനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുടജാദ്രി എത്താം. അപ്പൊ ഞങ്ങൾ കുടജാദ്രിയിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ ജീപ്പ് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 പേർക്ക് 1500 രൂപയാണ്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഈ ജീപ്പ് നമുക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ജീപ്പ് എടുത്തത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് വേറെ 3 പേരെ കൂടെ നമുക്ക് കിട്ടി. അങ്ങനെ മൊത്തം 5 പേരാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്നത്. ഇതൊരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആണ്. കാരണം നമ്മുടെ കല്യാണ പെണ്ണിന്റെ ആങ്ങളയില്ല. അപ്പൊ ആങ്ങളയുടെ പേര് കിരൺ ആണ് കേട്ടോ. ബ്രോ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ജീപ്പിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ഇവിടുത്തെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഷിമോഗ എന്ന് പറയുന്ന ജില്ലയിലാണ്. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല വീതിയൊക്കെ ഉള്ള റോഡായിരുന്നു കേട്ടോ. പിന്നെ പോകെയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ കട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി വന്നു. ശരിക്കും ഒരു ഓഫ് റോഡായിരുന്നേ. നമ്മുടെ ലൈഫിൽ ഓഫ് റോഡൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കുടജാദ്രി.
ജീപ്പ് യാത്ര അടിപൊളിയാണ് കേട്ടോ. പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്കും ഇത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. വണ്ടി യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നടന്നു പോവാം, വേറെ വണ്ടി ഒന്നും അലോഡല്ല കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരേപോലെയൊക്കെയാണ് കേട്ടോ. പക്ഷേ പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്ത് അടിപൊളിയായിട്ട് ഓടിക്കുന്നതെന്ന് അറിയോ. നമ്മൾ കുലുങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുടജാദ്രി മലയും മൂകാംബിക ദേവിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അതിലൊരു കഥ ഞാൻ പറയാം, അതും ചുരുക്കി പറയാം. മൂകാംബിക ദേവി മൂകാസുരനെ കൊന്നത് ഈ മലയുടെ മുകളിൽ വെച്ചിട്ടാണ്. മൂകാസുരനെ കൊന്നതിന് ശേഷം കിട്ടിയ പേരാണ് കേട്ടോ മൂകാംബിക. മൂക എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത ആളാണ് കേട്ടോ. അംബിക എന്ന് പറഞ്ഞ ദേവിയാണ്. അങ്ങനെയാണ് മൂകാംബിക എന്ന് പേര് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പ് വരാൻ പറ്റും കേട്ടോ. നമ്മൾ എന്തുമാത്രം വിഷമിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ അതെല്ലാം മറക്കും കേട്ടോ. നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഫീലാണ്. അങ്ങനെ വലിയൊരു കുലുക്ക യാത്രയ്ക്ക് ശേഷം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജീപ്പ് ഇവിടെ വരെയുള്ള ജീപ്പ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് നമുക്കുള്ള സമയം. നമ്മൾ മോളിൽ പോയിട്ട് തിരിച്ച് വരണം. നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലത്ത് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു കുളവുണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയാണ്. മോളോട്ട് കയറുന്നവരും തണുപ്പ് കൊടുത്തു വരുന്നുണ്ട്. തണുപ്പ് കൂടി വരുന്നത്. മഴയില്ല, പക്ഷെ മഴ ഏത് സമയം പെയ്യാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല കേട്ടോ ഇതുവരെ കയറിയപ്പോൾ. വിസിബിലിറ്റി 0 ആണ് കേട്ടോ. ഇവര് നമ്മുടെ കൂടെ വന്നവരല്ലടാ, ഈ വരുന്നവരെ ഞങ്ങളുടെ കൂടെ കയറി. ഞങ്ങളിവിടെ 3 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ ബ്രോ? ಹೆಸರು മല്ലികാർജുൻ. നൈസ് നെയിം. മഞ്ജുനാഥ്. ഓ മല്ലികാർജുൻ. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ കേട്ടോ. ഞാനിപ്പോ ഇങ്ങോട്ട് ഞങ്ങൾ ഇപ്പുറത്തൊരു മല കയറാൻ വേണ്ടി വന്നേ. പക്ഷെ കയറാൻ വഴിയില്ല. അതൊരു മലയോ, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇൻകേസ് കയറിയാൽ തന്നെ വണ്ടി ജീപ്പ് 2 മണിക്കൂറേ ഉള്ളൂ. സർവ്വവിജ്ഞാന പീഠം എവിടെ? നമുക്ക് അവിടെ ഉണ്ട്. ആ സർവ്വവിജ്ഞാന പീഠം അവിടെയാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഏതാ പറയുക, എന്നെ പരിചയമുള്ള എന്റെ വീഡിയോ കാണുന്ന ഒരാളെ ഞാൻ കണ്ടു. ഇപ്പൊ താഴെ കണ്ട് മലയാളികൾ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ. പിന്നെ ഇഷ്ടം മലയാളികൾ. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. അവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും കാണാൻ പറ്റില്ല. താഴെ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലല്ലോടാ. ഇവിടെ ആകെ BSNL മാത്രമേ കിട്ടത്തുള്ളൂ. മോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സമയം കൂടുന്നോറും വിസിബിലിറ്റി വളരെ കുറഞ്ഞ വരുവാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി അവിടെ 2-3 പേരൊക്കെ നടന്നു പോകുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. പ്രത്യേക ഒരു ഫീൽ ചെയ്യാനാണ് കേട്ടോ. നൈസ് വൈബാണ് കേട്ടോ. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വരാം, അല്ലെ ഫ്രണ്ട്സ് ആയിട്ട് വരാം, കപ്പിൾസ് ആയിട്ട് വരാം. ഇതിനെക്കുറിച്ച് എനിക്ക് എങ്ങനെ ഇതിനെ വർണ്ണിക്കണം എന്ന് എനിക്കത് അറിയത്തില്ല കേട്ടോ. അത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എന്നെ നല്ല സ്ഥലങ്ങൾ അല്ലെങ്കിൽ നല്ല ആളുകളോട്ട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. ഇത് നിങ്ങൾ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ഇത്രയും നാളായിട്ട് ഞാൻ ഇവിടെ വരാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മഴയുള്ള സമയമാണ്. എവിടെ നോക്കിയാലും നമുക്ക് പച്ചപ്പാ. ചൂടിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. നിങ്ങൾക്ക് ഞാൻ എക്കോ കേൾപ്പിച്ചേരാം ഇവിടുത്തെ. അതൊക്കെ അല്ല, താഴെ നമ്പരാ. എടാ ഇവിടൊക്കെ ഉള്ളു, കുറച്ച് സ്ഥലത്തേ ഉള്ളു. കുറച്ച് എത്ര മണി വരെ ക്ലോസ് ചെയ്യും? 4:30 വരെ ഉള്ളു അല്ലേ? ഓ ഇത് കൊള്ളാൻ നോക്കിയേ. നല്ല കിടിലൻ ഫ്രെയിം കേട്ടോ. കുടജാദ്രി മൂട്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊക്കെ ഇത്രയും വലിയ കല്ലുകളാണ്. പിന്നെ നനഞ്ഞും കിടക്കുവാണ്, സ്ലിപ്പാകും. സൂക്ഷിച്ച് വേണം പോകാൻ. നമ്മൾ ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു. പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടുന്ന് നമുക്ക് താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയിട്ട് നമുക്ക് നമ്മൾ വന്ന വണ്ടി ഉണ്ട്, ആ വണ്ടി വേണം തിരിച്ചു പോകാം. ഫോണിന്റെ ചാർജ് എല്ലാം പെട്ടെന്ന് തീർന്നു. ഇവിടെ നോക്കിയാൽ മഴയൊക്കെ പെയ്തുകൊണ്ട് താഴെയൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകാം. ഒരു സൈഡ് ഫുള്ള് കൊക്കാ. നോക്കി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോന്ന് അറിയാം, തീർന്നു. അവിടെ ആരൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് ശരം നടന്നു പോകും. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാൻ കേട്ടോ സർവ്വ വിജ്ഞാന പീഠം. ഫുള്ള് ഫോക്കാണ് അവിടെ.
ഇതേ ഈ കാണുന്നതാണ് കേട്ടോ സർവ്വവിജ്ഞാന പീഠം. എല്ലാ അറിവും ഉള്ളവരുടെ ഇരിപ്പിടം എന്നാണ് കേട്ടോ ഇതിന്റെ അർത്ഥം. ആദ്യ ശങ്കരാചാര്യർ ഇവിടെ തപസ്സിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന്റെ ഉള്ളിൽ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. ഇതൊരു അമ്പലമല്ല. താഴെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ അവർ പറഞ്ഞു തരും ഇതിന്റെ മുകളിൽ അമ്പലമൊന്നും അല്ല, ഇവിടെ പൈസ ഒന്നും ഇടില്ലെന്ന് പറയും. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പൈസയൊക്കെ ഇടുന്നുണ്ട്. ഫോണിലാകെ ഇനി 1% ഏത് നിമിഷം ഫോൺ ഓഫ് ആകാം. ഞങ്ങൾ തിരിച്ചിറങ്ങണം കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ഫോൺ ഇപ്പോൾ കുത്തിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് നേരത്തെ കണ്ട പോലെയല്ല, ഇവിടെ ഫുൾ ആളായിട്ട് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞങ്ങളിനി കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് ശരത്തിലൂടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റി, അതുപോലെ കുടജാദ്രിയുടെ മുകളിലും പോകാൻ പറ്റി.